ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാ ക്ലാസ് തുടങ്ങുമ്പോൾ പറയാറുള്ളതാണ്, നമ്മള് തിങ്കളാഴ്ച ദിവസങ്ങളിൽ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് SCRT പാഠപുസ്തകങ്ങളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് SCRT പാഠപുസ്തകത്തിന്റെ സാമൂഹ്യശാസ്ത്രം ഭാഗം 2 എന്താണ് കേരളം ആധുനികതയിലേക്ക് എന്ന് തുടങ്ങുന്ന ഒരു ചാപ്റ്റർ എന്താണ് നമ്മൾ അവിടെ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളം ആധുനികതയിലേക്ക് എന്നാണ് ആ ചാപ്റ്ററിന്റെ എന്തെന്ന് പറയുന്നത് പേര് എന്ന് പറയുന്നത്. അതെന്താണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിൽ എന്താണ് പഠിച്ചു. ഇനി അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ട് എന്ന് കരുതുന്നു. സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ദയവേത് എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് ചെയ്യുക. ഓക്കെ ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്താണ് കാർഷിക മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചും കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണത്തെ കുറിച്ചും ഒക്കെ എന്താണ് നമ്മൾ സംസാരിച്ചു. എന്താണ് കൊനോലി പ്ലോട്ട് എന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് നിലമ്പൂർ മേഖലയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്താണ് മരങ്ങളുടെ ആവശ്യം വന്നു. അപ്പോൾ 1500ഓളം ഏക്കറുകളിൽ നിലമ്പൂർ മേഖലയിൽ എന്താണ് തേക്ക് എന്ന് പറയുന്ന എന്താണ് മരം എന്ത് ചെയ്തു, അന്നത്തെ കളക്ടർ ആയിരുന്ന ഹെൻറി വാലന്റൈൻ എന്ത് ചെയ്തു, വെച്ച് പിടിപ്പിച്ചു. അതുകൊണ്ട് എന്താണ് ആ പ്രദേശത്ത് ഇപ്പോൾ വിളിക്കുന്ന പേരെന്താണ് കൊനോലി പ്ലോട്ട് എന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ സംസാരിച്ചു. ഇനി തോട്ട വ്യവസായത്തിന്റെയും പരമ്പരാഗത വ്യവസായങ്ങളുടെയും വളർച്ചയെ കുറിച്ചാണ്. കേരളത്തിൽ തോട്ട വ്യവസായത്തിന്റെയും പരമ്പരാഗത വ്യവസായത്തിന്റെയും വളർച്ചയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുവാനായിട്ട് പോകുന്നത്. തോട്ടവിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ ഫാക്ടറികൾ ആരംഭിച്ചു. തേയില, കാപ്പി, റബ്ബർ എന്നീ തോട്ട മേഖലകളിൽ വളർന്നു വന്ന വ്യവസായങ്ങളാണ്. ഇതോടൊപ്പം തന്നെ എന്താണ് നാളികേരം, കയർ, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയവ ബന്ധപ്പെട്ട എന്താണ് പരമ്പരാഗത വ്യവസായങ്ങളും ശക്തിയാർജിച്ചു. എണ്ണയാട്ടു മില്ലുകൾ എന്ന് പറയുന്നത് കേരളത്തിൽ വ്യാപകമായി. ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അങ്ങനെ 1859 ആദ്യത്തെ കയർ ഫാക്ടറി എവിടെ സ്ഥാപിതമായി? ആലപ്പുഴയിൽ സ്ഥാപിതമായി. അതിന്റെ പേരാർക്കെങ്കിലും അറിയാമോ? കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയുടെ പേര് എന്താണ്? 1859 എന്താണ് ആലപ്പുഴ ജില്ലയിലാണ് ഈ പറയുന്ന കയർ ഫാക്ടറി രൂപീകൃതമായത്. ആ ഫാക്ടറിയുടെ പേര് ആർക്കെങ്കിലും അറിയാമോ? ഡാറാസ് മെയിൽ എന്നായിരുന്നു അതിന്റെ പേര്. അങ്ങനെ ഫാക്ടറികൾ എന്താണ് 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. ഫാക്ടറികൾ എന്താണ് കൊല്ലം കേന്ദ്രങ്ങൾ, കശുവണ്ടി ഫാക്ടറികൾ എന്താണ് കൊല്ലം കേന്ദ്രമായിട്ട് വളർന്നു. ഫാറോക്ക്, കൊല്ലം, ഒല്ലൂർ അഥവാ തൃശ്ശൂരിലുള്ള ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും ഓട്ടു കമ്പനികളിലും കണ്ണൂരും കോഴിക്കോടും കൈത്തറി നിർമ്മാണശാലകളും ആരംഭിച്ചു. ബീഡി വ്യവസായത്തിന്റെ കേന്ദ്രവും എന്താണ് കണ്ണൂരായിരുന്നു. ഇനി ആധുനിക വ്യവസായങ്ങളുടെ ഉദയം എന്നുള്ളതാണ്. ആധുനിക വ്യവസായങ്ങളുടെ ഉദയം 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് ആധുനിക വ്യവസായശാലകൾ എന്ത് ചെയ്യുന്നത് കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. എന്താണ് 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് ആധുനിക വ്യവസായശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. അവയിൽ ഭൂരിഭാഗവും തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു. ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി. പള്ളിവാസൽ വൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ടത് എന്താണ് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ എന്ത് ചെയ്തു, ത്വരിതപ്പെടുത്തി. എന്താണ് പള്ളിവാസൽ വൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ടത് എന്ത് ചെയ്തു, അത് ഈ പറയുന്ന ആധുനികമായിട്ടുള്ള വ്യവസായങ്ങളെ വളർച്ച എന്ത് ചെയ്തു, വളരെ വേഗത്തിലാക്കി മാറ്റി. ആ കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായ ചില വ്യവസായങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കുവാനായിട്ട് പോകുന്നത്. പുനലൂർ പേപ്പർ മില്ല് കൊല്ലം, കളമശ്ശേരി FACT എറണാകുളം, കുണ്ടറ സിറാമിക്സ് എവിടെയാണ് കൊല്ലത്താണ്, റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം, ടാറ്റ ഓയിൽസ് മിൽ കൊച്ചി, അളഗപ്പ തുണി മിൽ കൊച്ചി, ഇങ്ങനെയുള്ള എന്താണ് വലിയ വ്യവസായ ശാലകൾ എന്ത് ചെയ്തു കേരളത്തിലേക്ക് കേരളത്തിൽ അവരുടെ വളർച്ച ആരംഭിച്ചു.
മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങൾക്കായിട്ട് എന്താണ് ബാങ്കുകൾ ഇക്കാലഘട്ടത്തിലാണ് കേരളത്തിൽ എന്ത് ചെയ്യുന്നത് വളർന്നു വരുന്നത്. ഈ ആധുനിക വ്യവസായങ്ങൾ, അതായത് 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ്, 20ാം നൂറ്റാണ്ടിന്റെ പകുതിയോട് കൂടിയിട്ടാണ് ഈ വ്യവസായങ്ങൾ ഈ പറയുന്ന കേരളത്തിന്റെ മണ്ണിലേക്ക് വരുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ എന്ത് സംഭവിക്കുന്നു? ഈ കാലഘട്ടത്തിൽ തന്നെ എന്താണ്, ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ അതിന് മൂലധനം വേണം. മൂലധനം എല്ലാം എല്ലാവരുടെ കയ്യിലും ഉണ്ടായിട്ടല്ല ലോകത്ത് ഒരു വ്യവസായം ആരംഭിക്കുന്നത്. പിന്നെ എന്താണ്, ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടും. അങ്ങനെയുള്ള പല മാർഗങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വ്യവസായങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് അതിന് മൂലധനം ആവശ്യമായിട്ട് എന്താണ്, മൂലധനം അത്യാവശ്യമായിരുന്നു. ഈ മൂലധനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പണം കടം കൊടുക്കുന്നതിനൊക്കെ ആയിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ എന്താണ്, ബാങ്കുകൾ എന്ന് പറയുന്നത് എന്താണ് ആ കാലഘട്ടത്തിൽ രൂപം കൊള്ളുവാനായിട്ട് ആരംഭിച്ച് രൂപം കൊള്ളുകയും വളർച്ച പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് രൂപം കൊള്ളുന്നത് 1899 ആ ബാങ്കിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് നെടുങ്ങാടി ബാങ്ക് എന്ന് പറയുന്നത്. എന്താണ്? നെടുങ്ങാടി ബാങ്ക്. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ആണ് എന്തെന്ന് പറയുന്നത് നെടുങ്ങാടി ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാങ്കിന്റെ രൂപം കൊള്ളലിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അദ്ദേഹത്തിന്റെ പേരാണ് അപ്പു നെടുങ്ങാടി എന്നുള്ളത്. അദ്ദേഹം എഴുത്തുകാരനാണ്, അഭിഭാഷകനൊക്കെ ആയിട്ട് എന്താണ് വർക്ക് ചെയ്ത ആളാണ് ഈ പറയുന്ന അപ്പു നെടുങ്ങാടി എന്ന് പറയുന്നത്. അപ്പു നെടുങ്ങാടി കേരളത്തിലെ ആദ്യത്തെ നോവലിന്റെ എന്താണ് രചയിതാവാണ് ആരെന്ന് പറയുന്നത് അപ്പു നെടുങ്ങാടി. കേരളത്തിലെ ആദ്യത്തെ നോവലായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്തിനെയാണ്? കേരളത്തിലെ ആദ്യത്തെ നോവലായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്താണ്? മലയാളത്തിലെ അല്ലെങ്കിൽ മലയാള ഭാഷയിലെ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലത. 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 ചോദ്യം ശ്രദ്ധിക്കണം. മലയാള ഭാഷയിലെ ആദ്യത്തെ നോവലാണ് കുന്തലത എന്ന് പറയുന്നത്. ഈ കുന്തലത എഴുതിയ വ്യക്തിയാണ് അപ്പു നെടുങ്ങാടി. ഈ അപ്പു നെടുങ്ങാടി തന്നെയാണ് ഈ പറയുന്ന നെടുങ്ങാടി ബാങ്കിന്റെ സ്ഥാപകരിൽ ഒരാൾ എന്ന് പറയുന്നത്. ഈ കുന്തലത എന്ന് പറയുന്നത് അതെന്താണ് മലയാളത്തിലെ ആദ്യത്തെ നോവലായിട്ട് കണക്കാക്കപ്പെടുന്നു. പക്ഷെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ, ഈ നോവലുകൾക്ക് ചില ലക്ഷണങ്ങളുണ്ട്, ഇതെല്ലാം തികഞ്ഞ ലക്ഷണമൊത്ത ഒരു നോവൽ മലയാളത്തിൽ പുറത്തിറങ്ങി. ആ നോവലിന്റെ പേര് ഇന്ദുലേഖ എന്നാണ്. രണ്ട് ചോദ്യവും നിങ്ങൾ മനസ്സിലാക്കണം. മലയാളത്തിലെ ആദ്യ നോവൽ എന്ന് ചോദിച്ചാൽ അത് കുന്തലതയാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് ചോദിച്ചാൽ അത് ഒ ചന്തുമേനോന്റെ എന്താണ് ഇന്ദുലേഖയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ തുടർന്ന് എന്താണ് നെടുങ്ങാടി ബാങ്ക് രൂപം കൊണ്ട് തുടർന്ന് ഇമ്പീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവയൊക്കെ എന്താണ് കേരളത്തിൽ നിലവിൽ വരികയും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ സാംസ്കാരിക മേഖലയിൽ ഈ ബ്രിട്ടീഷുകാർക്ക് എന്താണ് സ്വാധീനമുണ്ടായി. ഞാൻ എപ്പോഴും പറയും എന്താണ് എല്ലാം എവിടെയൊക്കെ ആരെ കൂടുതൽ ഭരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു സാമ്രാജ്യത്വം കീഴ്പ്പെടുത്തിയ രാജ്യങ്ങളിലെല്ലാം എന്താണ് ആ സാമ്രാജ്യത്വത്തിന്റെ സ്വാധീനം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്താണ് ഈ പറയുന്ന രാജ്യങ്ങളെ എന്താണ് ബാധിക്കും. അതിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം എന്താണ് റോമ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന ഒരു രാജ്യമാണ് സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ സ്പെയിനിൽ നമ്മളുടെ എന്താണ് ഒരു ഹീറോ ഉണ്ട്. അതായത് ഒരു റോമ സാമ്രാജ്യം ആക്രമിക്കാൻ വന്നപ്പോൾ സ്പെയിനിലെ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശം എന്താണ് റോമ സാമ്രാജ്യത്തിന് എതിർത്ത് നിന്നു. അപ്പോ ആ കോട്ട പിടിച്ചെടുക്കുന്നതിനായിട്ട് അവരോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയില്ല എന്നായപ്പോൾ റോമാക്കാർ എന്ത് ചെയ്തു? റോമാക്കാർ അവരെ വളയുകയും ഉപരോധം തീർക്കുകയും എന്താണ് അവർക്കെതിരായിട്ട് അവരെന്താണ് ഉപരോധത്തിൽ പെടുത്തി അവരെ തോൽപ്പിക്കുകയും ചെയ്തു. അവർക്ക് ഭക്ഷണമൊന്നും ഇല്ലാതെ ആയപ്പോ എന്താണ് ആളുകൾ ലാസ്റ്റ് ആത്മഹത്യ ചെയ്യുകയൊക്കെയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ഒരു കഥയുണ്ട്. ഈ കഥ എന്ന് പറയുന്നത് സ്പെയിന്റെ എന്താണ് ആത്മാഭിമാനത്തിന്റെ റോമ സാമ്രാജ്യത്തിന്റെ എന്താണ് പോരാട്ടങ്ങളുടെയൊക്കെ ഒരു കഥയാണിത്. പക്ഷെ ഈ കഥ ഇന്ന് സ്പെയിനിലെ കുട്ടികൾ പഠിക്കുന്നത് റോമൻ ലാംഗ്വേജിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സ്പാനിഷ് ഭാഷയിലാണ് എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. അതായത് അന്ന് ആ കാലഘട്ടത്തെ സ്പെയിനിൽ എന്താണ് ജീവിച്ചിരുന്ന ആദിമ മനുഷ്യർ എന്താണ് സംസാരിച്ചിരുന്ന ഭാഷ ഇന്ന് നിലവിൽ എവിടെയില്ല, സ്പെയിനിലില്ല. അവരുടെ ആ വീരകൃത്യങ്ങൾ ഇന്നത്തെ അവരുടെ സ്പാനിഷ് തലമുറ പഠിക്കുന്നത് റോമൻ ലാംഗ്വേജിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സ്പാനിഷ് എന്ന് പറയുന്ന ഭാഷയിലാണ്.
ഇതാണ് സംസ്കാരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എവിടെ പോയാലും ഈ സംസ്കാരങ്ങൾ എന്ത് ചെയ്യും? പരസ്പരം സ്വാധീനങ്ങൾ പരസ്പരം സ്വാധീനങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അതുപോലെ തന്നെ എന്താണ്, ബ്രിട്ടീഷുകാരുടെ കീഴിൽ കുറെ നാൾ കഴിഞ്ഞ ഭൂപ്രദേശം എന്നുള്ള നിലക്ക് കേരളത്തിൽ എന്താണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ സ്വാധീനങ്ങൾ ഉണ്ടായി. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. യൂറോപ്യന്മാരുടെ വരവോടെയാണ് കേരളത്തിൽ അച്ചടി എന്ന് പറയുന്ന സമ്പ്രദായം എന്ത് ചെയ്തത്? ആരംഭിച്ചത്. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുക്കളും എന്താണ് തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജെസ്യൂട്ട് മിഷണറിമാരാണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയ വ്യക്തിയുടെ പേരെന്താണ്? അത് ആഞ്ചലോസ് ഫ്രാൻസിസ് എന്നാണ്. ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ എന്ത് ചെയ്തത്? വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ഇനി മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. ആരാണ്? അർണോസ് പാതിരിയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. എന്നാൽ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് സംക്ഷേപ വേദാർത്ഥം എന്നുള്ളത്. എന്താണ്? മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം സംക്ഷേപ വേദാർത്ഥം എന്നുള്ളതാണ്. ക്ലെമന്റ് പൈനസ് എന്ന് പറയുന്ന ഒരു പാതിരിയാണ് എന്തെന്ന് പറയുന്നത്. ഈ പറയുന്ന സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന ഗ്രന്ഥം എന്ത് ചെയ്തത്? അത് എഴുതിയുണ്ടാക്കിയത്. അപ്പൊ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? അത് സംക്ഷേപ വേദാർത്ഥമാണ്. ഇനി മിഷനറിമാരായിട്ടുള്ള ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എന്താണ് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി അഥവാ നിഘണ്ടുവും എന്ത് ചെയ്തു? പരിചയപ്പെടുത്തി. ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു അല്ലെങ്കിൽ ഡിക്ഷണറി, ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എന്താണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും എന്ത് ചെയ്തു? പ്രസിദ്ധപ്പെടുത്തി. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എന്താണ് തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ എന്താണ് രാജ്യ സമാചാരം, പശ്ചിമോദയം എന്നിവ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ പത്രമായിട്ട് കണക്കാക്കുന്നത് രാജ്യ സമാചാരമാണ്. അത് 1847 എന്താണ് ഇത് എന്ന് പറയുന്നത്. ഇത് ഈ പറയുന്ന മാസിക പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഇത് പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറയുന്നത്. തലശ്ശേരിയിലെ എന്താണ് ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഈ ഹെർമൻ ഗുണ്ടർട്ട് എന്ത് ചെയ്തത്? ഈ പറയുന്ന രാജ്യ സമാചാരം എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇനി മിഷണറി സംഘങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ മിഷണറി സംഘങ്ങൾ എന്താണ് ഇന്ത്യയിൽ വരികയും അവർ മതപരിവർത്തനം നടത്തുകയും അതിന്റെ ഒപ്പം തന്നെ എന്താണ് ഇതുപോലെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന ചില മിഷണറി സംഘങ്ങളും അവരുടെ പ്രവർത്തന മേഖലകളെയും കുറിച്ചാണ് നമ്മൾ ഈ ഇവിടെ കാണുന്നത്. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS തിരുവിതാംകൂർ ആയിരുന്നു അവരുടെ പ്രവർത്തന കേന്ദ്രം. ചർച്ച് മിഷൻ സൊസൈറ്റി CMS കൊച്ചി, തിരുവിതാംകൂർ എന്നീ മേഖലകളിലാണ് അവരുടെ പ്രവർത്തനം. ബാസൽ ഇവാഞ്ചിക്കൽ മിഷൻ BEM മലബാർ മേഖലയിലാണ് എന്ത് ചെയ്യുന്നത്? ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോ ജാതി മതഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് തുടക്കം കുറിക്കുന്നത് മിഷനറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. വിദ്യാസ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഭരണാധികാരികൾ എന്ത് ചെയ്തു? മിഷനറി സംഘങ്ങൾക്ക് ഒരുപാട് ഭൂമികൾ ദാനമായിട്ട് നൽകി. തിരുവിതാംകൂറിലും കൊച്ചിയിലും നാട്ടുരാജാക്കന്മാരും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുകയും സ്കൂളുകളും കോളേജും സ്ഥാപിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതിയുമായി 1817 എന്താണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ശ്രദ്ധേയമാണ്. അപ്പൊ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നു ആരാ? ഗൗരി പാർവതിബായി എന്നുള്ളത് 1817 എന്താണ് അല്ലെങ്കിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമായി പ്രഖ്യാപിച്ച എന്താണ് തിരുവിതാംകൂർ രാജാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അത് ഗൗരി പാർവതിബായി ആയിരുന്നു. ഗൗരി പാർവതിബായി ആയിരുന്നു. അപ്പോ ഈ മിഷണറീസിന്റെ പ്രവർത്തനം, നാട്ടുരാജാക്കന്മാരുടെ ഇടപെടൽ, ബ്രിട്ടീഷ് ഭരണം, ഇതൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ എന്താണ് ആരംഭിക്കുന്നതിന്, വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ജനസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതിനൊക്കെ എന്താണ് കാരണമായിട്ട് മാറി. അപ്പോ ബ്രിട്ടീഷ് കാലത്തിന് മുമ്പ്, അതായത് ഇക്വാളിറ്റി എന്ന് പറയുന്ന
നമുക്ക് പലതും ഉണ്ടായിരുന്നു. ഇക്വാളിറ്റി, സമത്വം എന്ന് പറയുന്ന സംഭവം എന്താണ് ഇന്ത്യക്കാരൻ എന്താണ് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു സംഭവമായിരുന്നു. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ശിക്ഷാവിധികൾ എന്നുള്ളത് ബ്രാഹ്മണന് ഒരു ശിക്ഷയാണ്. അങ്ങനെ ജാതിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ഹൈറാർക്കിയിലായിരുന്നു ശിക്ഷകൾ വിധിച്ചിരുന്നത്. അതായത് ഏറ്റവും താഴേക്കിടയിലുള്ളവൻ ഒരു ചെറിയ കുറ്റം ചെയ്താൽ എന്താണ് വലിയ ശിക്ഷ ലഭിക്കുമായിരുന്നു. എന്നാൽ ഉയർന്ന ജാതി ശ്രേണിയിൽ മുകളിൽ നിൽക്കുന്ന ആളുകൾ എന്താണ് വലിയ കുറ്റങ്ങൾ ചെയ്താലും അവർക്ക് എന്താണ് ചെറിയ ശിക്ഷകളാണ് ലഭിച്ചിരുന്നത്. ഇങ്ങനെ ശിക്ഷാവിധിയിൽ ഒരു എന്താണ് ഒരു ഹൈറാർക്കി നിലവിലുണ്ടായിരുന്നെങ്കിൽ, എന്നാൽ ബ്രിട്ടീഷുകാർ എന്താണ് ഭരണത്തിലേക്ക് വന്നതോടുകൂടി, അല്ലെങ്കിൽ എന്താണ് ഈ ലോ ആൻഡ് ഓർഡർ എന്നുള്ളത് ബ്രിട്ടീഷുകാർ കൈകാര്യം ചെയ്യുന്നതോടുകൂടി ഇതിലൊക്കെ എന്താണ് മാറ്റം ഉണ്ടാകുന്നത്. അതായത് ഒരു കാലഘട്ടത്ത് കുറ്റാരോപിതന്റെ ജാതിയെ അടിസ്ഥാനമാക്കിയാണ് വിചാരണയും ശിക്ഷാ നടപടികളും എന്താണ് നടപ്പിലാക്കിയിരുന്നത്. ഈ നീതിന്യായ വ്യവസ്ഥ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ വന്നപ്പോൾ തന്നെ അവർ പരിഷ്കരിച്ചു. കുറ്റവാളിയുടെ വാദം കേട്ട ശേഷം കുറ്റത്തിന്റെ സ്വഭാവം അനുസരിച്ച ഏകീകൃതമായിട്ടുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കുവാനായിട്ട് തുടങ്ങി ആരാ? ബ്രിട്ടീഷുകാർ. അതോടുകൂടി എന്താണ്? അതോടുകൂടി ജാതിക്ക് അതീതമായിട്ട് എന്താണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും എന്ത് ചെയ്യപ്പെട്ടു? ഇന്ത്യയിൽ തുല്യരാക്കപ്പെട്ടു. ഇതോടുകൂടി ജാതിക്ക് അതീതരായി, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായി. കേസുകളുടെ വിചാരണയ്ക്കായിട്ട് എന്താണ് വിവിധ കോടതികളും എന്തായിരുന്ന നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണത്തോടെ കേരളത്തിലെ പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതിയേക്കാൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് എന്ത് ചെയ്തു? പ്രാധാന്യം ലഭിച്ചു. അതാണ് ബ്രിട്ടീഷ് ഭരണത്തോടെ കേരളത്തിലെ പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതിയേക്കാൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് എന്ത് ലഭിച്ചു? പ്രാധാന്യം ലഭിച്ചു. കാരണം എന്താണ്? മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് അപ്ഗ്രേഡഡ് ആണ്. എന്താണ് ആയുർവേദം എന്ന് പറയുന്നത് ഒരു കാലത്ത് മാത്രം എന്താണ് മോഡേണൈസേഷന്റെ ഭാഗമാകാത്ത, അല്ലെങ്കിൽ ആധുനികവൽക്കരണത്തിന് വിധേയമാക്കാത്ത ഒരു പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ആയുർവേദ ചികിത്സാ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് മോഡേൺ മെഡിസിൻ ആണ് കുറെയൊക്കെ നല്ലത് എന്നുള്ളത് എന്താണ് പല രാജാക്കന്മാരും തിരിച്ചറിഞ്ഞു. അപ്പോ വസൂരി തടയുന്നതിനുള്ള കുത്തിവെപ്പ് ആദ്യമായിട്ട് നടത്തിയത് എവിടെയാണ്? അത് മലബാറിലായിരുന്നു. വസൂരി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്, ലോകത്ത് നിന്ന് വാക്സിനേഷനിലൂടെ മനുഷ്യൻ എന്താണ് നാട് കടത്തിയ ഒരു അസുഖമാണ് എന്തെന്ന് പറയുന്നത് വസൂരി എന്ന് പറയുന്നത്. ഈ വസൂരി തന്നെ എന്താണ് ഒരുപാട് മനുഷ്യരുടെ മരണത്തിന് കാരണമാക്കിയ ഒരു അസുഖമായിരുന്നു. പണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ചികിത്സ ഇല്ലാത്തതുകൊണ്ട് എന്താണ് പഴം വായിൽ എന്താണ് പൊതിഞ്ഞിട്ട് ഏതെങ്കിലും കണ്ടിന്റെയോ അല്ലെങ്കിൽ എന്താണ് കെട്ടിന്റെയോ ഒക്കെ അടുത്തുകൊണ്ട് കളയുകയായിരുന്നു എന്ത് ചെയ്യുന്നത് ആ കാലഘട്ടത്തിലെ പതിവ് എന്ന് പറയുന്നത്. പിന്നീട് മോഡേൺ മെഡിസിൻ അതിന്റെ വാക്സിനേഷൻ കണ്ടുപിടിച്ചതിലൂടെയാണ് ഇത്രയും മാരകമായ ഒരു അസുഖത്തെ നമ്മൾ എന്ത് ചെയ്തത്? ഇത്രയും മാരകമായിട്ടുള്ള ഒരു അസുഖത്തെ നമ്മൾ ലോകത്ത് നിന്ന് ഓടിച്ചത്. ഇക്കാലഘട്ടത്തിൽ എന്താണ് തിരുവിതാംകൂറിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്നും മരുന്ന് വരുത്തുവാൻ എന്താണ് ഒരു കമ്പനി രാജാവ് എന്ത് ചെയ്തു? നിയമിച്ചു. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ എന്താണ് സർക്കാർ ആശുപത്രികൾ സ്ഥാപിച്ചു. കേരളത്തിലെ ചില സമുദായങ്ങളിൽ നിന്ന് എന്താണ് പിന്തുടർച്ചാക്രമം മാതാവ് വഴി ഉള്ള എന്താണ് മരുമക്കത്തായമായിരുന്നു. മരുമക്കത്തായം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, അതായത് പെങ്ങളുടെ മകനായിരിക്കും എന്താണ് എനിക്ക് എന്റെ സ്വത്തിന്റെ അവകാശം എന്റെ മകനായിരിക്കില്ല, മറിച്ച് ആരായിരിക്കും? മറിച്ച് എന്റെ പെങ്ങളുടെ മകനായിരിക്കും. അതിനെയാണ് മരുമക്കത്തായം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ ചില സമുദായങ്ങളിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാക്രമം വഴിയുള്ള മരുമക്കത്തായമായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച യുവാക്കൾ ഇതിനെതിരായിട്ട് എന്ത് ചെയ്തു? ശക്തമായി പ്രതികരിക്കുകയും കോടതികളിലൂടെ വ്യവഹാരങ്ങൾ ഫയൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ തിരുവിതാംകൂറിലും മലബാറിലും കൊച്ചിയിലും മരുമക്കത്തായത്തിനെതിരായിട്ടുള്ള നിയമങ്ങൾ നിലവിൽ വന്നു. മക്കത്തായ സമ്പ്രദായത്തിനാണ് ഈ നിയമങ്ങൾ എന്ത് ചെയ്തത്? ഊന്നൽ നൽകിയത്. ഇതുപ്രകാരം തറവാട്ടിലെ എല്ലാ കുടുംബങ്ങൾക്കും സ്വത്തിനുമേൽ എന്താണ് അവകാശങ്ങൾ ലഭിച്ചു. ഇത് തറവാട്, കൂട്ടുകുടുംബം എന്നിവയുടെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറി. കേരളത്തിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും ഭരണം സുഗമമാക്കാനുമുള്ള നടപടികളുടെ ഭാഗമായിരുന്നു ഈ പരിഷ്കാരങ്ങളെങ്കിലും എന്താണ് ഇത് കേരളീയ സമൂഹത്തിന് എന്ത് ചെയ്തു? ആധുനീകരണത്തിന് ഇവ എന്ത് ചെയ്തു? സഹായകമായി മാറി. പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റങ്ങളും. കേരളം ഒരു ഭ്രാന്താലയമാണ്. വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ഇതിൽ പറയുന്നതാണ്. അദ്ദേഹം പറയുന്നത് നമുക്ക് വായിക്കാം. മലബാറിൽ അഥവാ കേരളത്തിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല.
സവർണർ നടക്കുന്ന വഴികളിലൂടെ അവർണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്, അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങളും. സ്വാമി വിവേകാനന്ദൻ നമ്മളെ എന്താണ് അതിമനോഹരമായിട്ട് വിശേഷിപ്പിച്ചതാണ്. 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിന്റെ സാമൂഹിക അവസ്ഥയാണ് വിവേകാനന്ദന്റെ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം ആ കാലഘട്ടത്തിൽ കേരളത്തിൽ അതിശക്തമായിരുന്നു. താഴ്ന്ന ജാതിക്കാരെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ പദവി എന്നാണ് തീരുമാനിച്ചിരുന്നത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഓരോ ജാതിയിലും ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്നു. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരവും പാശ്ചാത്യ ആശയങ്ങളോടുള്ള സമ്പർക്കവും മൂലം എന്താണ് ജാതി വ്യവസ്ഥയുടെയും അന്ധവിശ്വാസങ്ങളുടെയും യുക്തിരാഹിത്യം കേരളത്തിലുള്ളവർക്ക് ബോധ്യമായി. സമൂഹത്തിലെ അസമത്വങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്താണ് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുവാനായിട്ട് തുടങ്ങി. നമ്മൾ അത്തരത്തിലുള്ള കുറച്ച് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം 1836കളിലാണ് ഈ സമത്വ സമാജം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാകുന്നത്. അതൊരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു, ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു. ഈ സമത്വ സമാജം എന്താണ് അതിന്റെ പ്രധാനിയായിരുന്നത് എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹം പ്രവർത്തിച്ചത് കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം എന്ന് പറഞ്ഞാൽ നമ്പൂതിരി കുടുംബങ്ങളിൽ എന്താണ് മൂത്ത ആൾക്ക് മാത്രമാണ് വിവാഹം കഴിക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾ എന്തായിരുന്നു? ബാക്കിയുള്ള ആളുകൾ എല്ലാവരും സംബന്ധമായിരുന്നു. അതായത് നായർ കുടുംബങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യും? ഇവര് സംബന്ധം ഉണ്ടാക്കും. ഭാര്യയ്ക്ക് ഉള്ള എന്താണ് അവകാശങ്ങളോ ഇതൊന്നും ഈ സ്ത്രീക്ക് ഉണ്ടാവില്ല. കുട്ടികൾ എന്ത് ചെയ്യും? ഇയാളെ അച്ഛ എന്നൊക്കെ വിളിക്കും. പക്ഷെ എന്താണ് അവർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും അവരും നേരിട്ടിരുന്നു. അപ്പോ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവക്കെതിരെ പോരാടിയ ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. അടുത്തത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903 മുതൽ ഈ പ്രവർത്തനം എന്താണ് തുടങ്ങിയ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്നത്. ഈഴവ സമുദായാംഗങ്ങൾക്ക്, ശരിക്കും ഈഴവ സമുദായാംഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ശ്രീനാരായണീയരായിട്ടുള്ള, അതായത് ശ്രീനാരായണ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ് എന്തെന്ന് പറയുന്നത് SNDP എന്ന് പറയുന്ന സംഘടന. SNDP എന്ന് പറയുന്ന സംഘടന ശ്രീനാരായണ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് SNDP. നിർഭാഗ്യവശാൽ എന്താണ് നിർഭാഗ്യവശാൽ ഇന്നതൊരു സാമുദായിക സംഘടന മാത്രമായിട്ട് എന്താണ് മാറുകയാണ് ഉണ്ടായത്. അടുത്തത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറ അച്ഛൻ എന്ന് പറയുന്നത് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും എന്താണ് സ്ഥാപിച്ചു. അടുത്തത് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം 1907 എന്താണ് ഈ പറയുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയ എന്താണ് പ്രക്ഷോഭങ്ങൾ സൃഷ്ടിച്ച നവോത്ഥാന നായകനായിരുന്നു ആരെന്ന് പറയുന്നത് അയ്യങ്കാളി എന്ന് പറയുന്നത്. അടുത്തത് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഇതാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. അത് സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മുസ്ലിങ്ങളുടെ, അതായത് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന മുസ്ലിങ്ങളുടെ എന്താണ് സാമുദായികമായിട്ടുള്ള എന്താണ് പരിഷ്കരണം ലക്ഷ്യം വെച്ച് രൂപം കൊണ്ട ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഇത് രൂപീകരിച്ച വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത്. അടുത്തത് ആത്മവിദ്യാസംഘം. 1920കളിലാണ് ആത്മവിദ്യാസംഘം രൂപീകരിക്കപ്പെടുന്നത്. വാഗ്ബടാനന്ദനാണ് 1920 വാഗ്ബടാനന്ദൻ. അടുത്തത് സഹോദര പ്രസ്ഥാനം. സഹോദര പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ ആരായിരിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? സഹോദരൻ അയ്യപ്പൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സഹോദര പ്രസ്ഥാനം 1917 കാലഘട്ടത്തിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നതും ഈ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ വീട് എന്റെയൊക്കെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോയാൽ മതി. ചെറായി എന്ന് പറയുന്ന സ്ഥലത്ത്, ചെറായിൽ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ എന്താണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട് സ്മാരകമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ 2 സ്കൂളൊക്കെ ഉണ്ട് അവിടെ. സഹോദരൻ അയ്യപ്പൻ
അദ്ദേഹമാണ് എന്തെന്ന് പറയുന്നത് സഹോദര പ്രസ്ഥാനം എന്ത് ചെയ്തത് രൂപീകരിച്ചു. അടുത്തത് അരിയ സമാജം, പണ്ഡിറ്റ് KP കറുപ്പനാണ്. നായർ സർവീസ് സൊസൈറ്റി 1914 രൂപീകരിക്കപ്പെടുന്നു. മന്നത്ത് പത്മനാഭനാണ്. ഇനി യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത്. 1908 യോഗക്ഷേമ സഭയുടെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണ്, ആദ്യകാലത്ത് ഈ പറയുന്ന VT ഭട്ടതിരിപ്പാട് പോലും യോഗക്ഷേമ സഭയുടെ പ്രവർത്തനങ്ങൾ എന്താണ് ഒരു എലൈറ്റ് ക്ലാസ് ആളുകളുടെ എന്താണ് കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ് പരിഹരിച്ചിരുന്നു. എന്നാൽ പിന്നീട് എന്താണ് അത് ഈ സംഘടനയിൽ എന്താണ് നേതൃത്വത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും ഭട്ടതിരിപ്പാടിനെ പോലുള്ള ആളുകൾ വരികയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇവരെന്ത് ചെയ്തത് കൂടുതലായിട്ട് നമ്പൂതിരി സമുദായങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരായിട്ട് എന്ത് ചെയ്തത് മുന്നോട്ട് വന്നത്. അടുത്തത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 കുമാര ഗുരുദേവൻ. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സാമൂഹിക പരിഷ്കർത്താക്കളും അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെയും ഒരു ബോക്സ് ആണ് നമ്മൾ എന്ത് ചെയ്തത് കണ്ടത്. എന്ന് പറഞ്ഞാൽ അതെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. മിക്കവാറും ആ ഭാഗത്തൊക്കെ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിനായുള്ള സമരങ്ങൾക്ക് പ്രചോദനമേകി. അതുകൊണ്ട് തന്നെ എന്താണ് മാറുമറക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ എന്താണ് ഒരു പോരാട്ടം നടത്തി. അങ്ങനെ 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കുവാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിക്കുവാൻ ഉത്രം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതരായില്ല. എന്താണ് മാറുമറക്കുന്നതിനായിട്ട് അവകാശത്തിനായിട്ട് എന്താണ് തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ എന്ത് ചെയ്തു പോരാട്ടം നടത്തി. അങ്ങനെ 1859 എന്താണ് ജാക്കറ്റും മേൽമുണ്ടും ഒക്കെ ധരിക്കുവാനുള്ള അവകാശം എന്ത് ചെയ്തു സ്ത്രീകൾക്ക് അനുവദിച്ചു ഉത്രം തിരുനാൾ മഹാരാജാവ് നൽകി. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും രാജഭരണകാലത്തെ ഇപ്പോ ചില ആളുകൾ പറയൂലേ എന്താണ് രാജഭരണകാലം അതിമനോഹരമായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ. നിങ്ങൾ ഇത്രയും ചരിത്രം ഇങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുമായിരുന്നു എന്തായിരുന്നു നമ്മളുടെ മുൻഗാമികളുടെ അവസ്ഥ. ഈ രാജാക്കന്മാരൊന്നും ഒരു സാധനങ്ങളും എന്താണ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നതൊന്നും അല്ല കേട്ടോ. എല്ലാം നമ്മൾ പോരാടി നേടിയത് തന്നെയാണ്. നമുക്ക് കിട്ടിയതെല്ലാം നമ്മൾ പോരാടി നേടിയത് തന്നെയാണ്. മാത്രമല്ല 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹിക രംഗത്ത് എന്താണ് പുതുചലനങ്ങൾ സൃഷ്ടിച്ചു. എന്താണ് 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠയുടെ എന്താണ് സാമൂഹിക രംഗത്ത് പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. എന്തായിരുന്നു ആ പ്രതിഷ്ഠയുടെ പ്രത്യേകത? ശിവനല്ലായിരുന്നു ആ പ്രതിഷ്ഠയുടെ പ്രത്യേകത. ശിവലിംഗമാണ്, പുഴയിൽ നിന്നൊക്കെ എടുത്തതാണ്, വെച്ചതൊക്കെയാണ്. എന്തായിരുന്നു സാമൂഹികപരമായിട്ട് ആ പ്രതിഷ്ഠയുടെ ഈഴവ ശിവൻ എന്നുള്ളതും ആയിരുന്നില്ല. അത് ഇതുമായി ബന്ധപ്പെട്ട് ഗുരു പറയുന്ന വാക്കാണ്. ഞാൻ എന്താണ് പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്. അതായത് താന്ത്രിക വിധി പ്രകാരം ബ്രാഹ്മണനല്ലാത്ത ഒരു വ്യക്തിക്ക് പ്രതിഷ്ഠ നടത്തുവാൻ എന്തില്ല, അധികാരമില്ല. താന്ത്രിക വിധി പ്രകാരം ബ്രാഹ്മണനല്ലാത്ത ഒരു വ്യക്തിക്ക് എന്തില്ല, പ്രതിഷ്ഠ നടത്തുവാനായിട്ടുള്ള അധികാരമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈഴവനായിട്ടുള്ള ശ്രീനാരായണ ഗുരു എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പുഴയിൽ നിന്ന് ഒരു കല്ലെടുക്കുകയും അത് അരുവിപ്പുറത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. അതാണ് അതിന്റെ സാമൂഹികമായിട്ടുള്ള പ്രസക്തി എന്ന് പറയുന്നത്. അതുവരെ പ്രതിഷ്ഠാ ചടങ്ങുകൾ എന്നുള്ളത് ഒരു വിവാദത്തിന് എന്താണ് മേൽക്കോയ്മയുണ്ടാക്കണം, അല്ലെങ്കിൽ അവർ ചെയ്താൽ മാത്രമേ ശരിയാകൂ എന്നതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞിരുന്നു. അതിനെ വെല്ലുവിളിക്കുകയാണ് ആര് ചെയ്തത്, ശ്രീനാരായണ ഗുരു ചെയ്തത്. അതുകൊണ്ടാണ് ഒരു ചോദ്യം ഉണ്ടായപ്പോഴാണ് ഗുരുദേവൻ പറയേണ്ടി വന്നത്. അതായത് ശാസ്ത്രവിധി പ്രകാരം നിങ്ങൾ ചെയ്തത് ശരിയല്ലല്ലോ എന്ന് ഗുരുവിനോട് ചോദ്യമുണ്ടായി. അതായത് ബ്രാഹ്മണർക്കാണ് പ്രതിഷ്ഠക്കുള്ള എന്തെന്നുള്ളത് അധികാരമുള്ളത് അല്ലെങ്കിൽ അവകാശമുള്ളത്. അതുകൊണ്ട് താന്ത്രികപരമായിട്ട് താങ്കൾ ചെയ്തത് ശരിയല്ല എന്ന് ഗുരുവിനോട് അഭിപ്രായം ഉണ്ടായപ്പോൾ ഗുരു പറഞ്ഞതാണ്, നമ്മൾ ഇവിടെ പ്രതിഷ്ഠിച്ചത് നമ്മളുടെ ശിവനെയാണ് എന്നാണ് ഗുരു പറഞ്ഞത്. ഈഴവ ശിവനെയാണെന്നൊന്നും അല്ല ഗുരു പറഞ്ഞത്. നാം ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്
നമ്മുടെ ശിവനെയാണ്, അതായത് ഈഴവനായിട്ടുള്ള ഒരു ശിവനെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, പ്രതിഷ്ഠിക്കുന്നത് എന്നാണ് ഗുരു അതിന് ഉത്തരം പറഞ്ഞത്. അപ്പൊ എന്താണ് ഇതെന്താണ്, സാമൂഹിക രംഗത്ത് പുതിയതായിട്ട് എന്താണ് പല മാറ്റങ്ങളും സൃഷ്ടിച്ചു. ക്ഷേത്രകർമ്മവും പൂജകളും ചെയ്യുവാനുള്ള അവകാശം എന്താണ് അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടി നേടിയെടുക്കുവാൻ എന്താണ് ഇതിലൂടെ കഴിഞ്ഞു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വത്തിന് വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് അരിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ ആര് രേഖപ്പെടുത്തി? ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്നാണ് എന്ത് ചെയ്തത്, ശ്രീനാരായണ ഗുരു അതിനെ രേഖപ്പെടുത്തിയത്. ഇനി വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയ ഗുരു ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ചു. നമുക്ക് അദ്ദേഹത്തിന്റെ മറ്റൊരു കോട്ടാണ്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. മാത്രമല്ല വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. എന്താണ് സർവമത സമ്മേളനത്തിന്റെ എന്താണ് കോട്ട, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു ലോഗോ എന്ന് പറയുന്നതായിരുന്നു എന്താ, വാദിക്കുവാനും ജയിക്കുവാനുമല്ല മറിച്ച് എന്താണ് അറിയാനും അറിയിക്കുവാനുമാണ് എന്തെന്ന് പറയുന്നത് സർവമത സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമ്മേളനം അദ്ദേഹം നടത്തിയത്. അപ്പോ ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും എന്നുള്ളതാണ് പറയുമ്പോൾ ഞാൻ ചിരിക്കും. എന്തുകൊണ്ടാണ് എന്നറിയാമോ? അദ്ദേഹത്തിന്റെ ഫോട്ടോ വെക്കുന്ന ആളുകൾ ഇപ്പോൾ വാതുറക്കുന്നത് കേട്ടാൽ ശ്രീനാരായണ ഗുരു പോലും നാണിച്ചു പോകും. അതുകൊണ്ടാണ്. ആരായിരുന്നു ഗുരുദേവനെന്ന് നിങ്ങൾ പഠിച്ചാലും നിങ്ങൾ ഈ പറഞ്ഞ ആളുകളോടൊക്കെ നിങ്ങൾക്ക് പുച്ഛമായിരിക്കും കേട്ടോ. ഗുരുദേവന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുവാൻ താല്പര്യമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ബുക്കൊക്കെ വായിച്ച് പഠിക്കണം. അദ്ദേഹം പഠിക്കാൻ അർഹതയുള്ള ഒരു വ്യക്തി തന്നെയാണ്, പഠിക്കപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ്. വളരെ എന്താണ് അദ്ദേഹത്തെ പഠിച്ചാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അതൊക്കെ എവിടെ നിൽക്കുന്നു, അദ്ദേഹത്തിന്റെ സംഘടന ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അതിന്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാവുന്നതിന്റെ അപ്പുറമാണ് കേട്ടോ. താല്പര്യമുള്ള ആളുകൾ ആ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വായിക്കുക. ഗംഭീരമാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ആത്മോപദേശ ശതകം എന്ന് പറയുന്നത്, അതിനു മുമ്പ് എന്താണ് ദൈവദശകം എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളൊക്കെ എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകളും കൃതികളൊക്കെയാണ്. ഈ ആത്മോപദേശ ശതകമല്ല, ഈ പറയുന്ന ദൈവദശകം അതൊന്ന് വായിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഈ ദൈവദശകം വായിച്ചിട്ട് നിങ്ങൾ അവിടെ അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് അറിയോ, അതിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ദൈവത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല. ഒരു പ്രത്യേക ദൈവത്തെ അവിടെ ഗുരുദേവൻ പറയുന്നില്ല. ഗുരുദേവൻ ദൈവം എന്ന് പറയുന്നത് വേറൊരു കൺസെപ്റ്റിലാണ്. പക്ഷെ അവിടെ നിങ്ങൾ ആരെ വെച്ചാലും, നിങ്ങൾ ആരെ അതുമായി ബന്ധപ്പെട്ട് അവിടെ കൊണ്ട് വെച്ചാലും നിങ്ങൾക്ക് അദ്ദേഹത്തിന് ആപ്റ്റായിട്ട് തോന്നും ഈ ദൈവദശകം എന്നുള്ള സാധനം. നിങ്ങൾ അവിടെ ആരെ പിടിച്ചു നിർത്തുന്നോ ആ ദൈവത്തിന്, അത് ഏത് ദൈവമായിക്കോട്ടെ, ആ ദൈവത്തിന് വളരെ ആപ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നും എന്തെന്ന് പറയുന്നത് ഈ ദൈവദശകത്തിലെ വരികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മതക്കാർക്ക് ഒരു ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അതൊരു ഗംഭീരമായിട്ടുള്ള സാധനമാണോ ദൈവദശകം എന്ന് പറയുന്നത്. അത് ഒന്നും എടുത്ത് മിക്കപ്പോഴും ഈ SNDP പരിപാടികൾക്ക് ആദ്യം ചൊല്ലുന്നത് ഈ ദൈവദശകമായിരുന്നു. പലരും അതിന്റെ അർത്ഥവും ഇതൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ഗംഭീരമായിട്ടുള്ള സാധനമാണ്. എന്ന് വെച്ചാൽ പല ഇതല്ലാത്ത ആളുകൾക്കുള്ള പ്രശ്നം അത് അവരുടെ സാധനമാണല്ലോ, അങ്ങനെയുള്ള മൂടുള്ള ചില ആളുകളുണ്ട്. അതായത് അത് SNDPക്കാരുടെ സംഭവമാണല്ലോ, അത് നമുക്ക് ആവശ്യമുള്ള കേസല്ല. അങ്ങനെയല്ല, ഗുരുദേവൻ എല്ലാ മനുഷ്യർക്കും വേണ്ടി സംസാരിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ളത്. എല്ലാവരും അത് മാത്രം മനസ്സിലാക്കി. അല്ലാതെ ഒരു പ്രത്യേക മതവിഭാഗക്കാരന്റെയോ ജാതി വിഭാഗക്കാരന്റെയും മാത്രം അവകാശപ്പെട്ട ഒരാളൊന്നുമല്ല ശ്രീനാരായണ ഗുരുദേവൻ. നോക്കുക, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. 1924 TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് എന്താണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു. ഈ സമരങ്ങളെ തുടർന്നാണ് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് എന്താണ് താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള, അതായത് ഒരു ഒഴികെയുള്ള 3 വഴികളും എന്താണ് സവർണരല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയാണ് വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ഉണ്ടാകുന്നത്. അപ്പൊ ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും എന്താണ്, എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും എന്താണ്
പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. എ കെ ഗോപാലൻ എന്ന് പറയുന്ന AKG ആയിരുന്നു ഇതിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഈ സത്യാഗ്രഹത്തിൽ എന്താണ് പി കൃഷ്ണപിള്ളക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിക്കുകയും അദ്ദേഹം എന്താണ് അവർണനായിട്ട് ഉള്ള വ്യക്തിയായിട്ടുള്ള അദ്ദേഹം മണിയടിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തെ പിടിച്ചെന്ത് ചെയ്തു, ആൾക്കാര് ഉപദ്രവിച്ചു, തല്ലുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് സത്യസന്ധമായിട്ട് എനിക്കറിയില്ല കേട്ടോ അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ഇത് ചില ആളുകളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതായത് ഉശിരുള്ള നായര് മണിയടിക്കും, ഇലനക്കി നായര് കൂമ്പിലിടിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ്. അതായത് അദ്ദേഹം ഉശിരുള്ള നായരാണ്, അതുകൊണ്ട് എന്താണ് അദ്ദേഹം മണിയടിച്ചു. ഈ ഉശിരില്ലാത്തവന്മാർ എന്ത് ചെയ്യും, മറ്റവന്റെ ഇലനക്കി ജീവിക്കുന്നവൻ കൂമ്പിലിടിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു വാചകം പറഞ്ഞു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോ ഈ പി കൃഷ്ണപിള്ളയാണ് ആദ്യമായിട്ട് അമ്പലത്തിൽ, ബ്രാഹ്മണനല്ലാത്തൊരു വ്യക്തി ആ അമ്പലത്തിൽ മണിമുഴക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, പി കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഒരുപാട് ജനകീയ സമരങ്ങൾ എന്താണ് ഈ സാമൂഹികപരമായിട്ടുള്ള നമ്മളുടെ അസമത്വങ്ങൾക്കെതിരെ വിദ്യാഭ്യാസം ഉണ്ടാകുകയും സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്ത കാലഘട്ടത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോ അതിനെ തുടർന്നുകൊണ്ടാണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. എന്താണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? എന്താണ് ഈ ഇതായിട്ടാണ്, ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ ഫലമായിട്ടാണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ നടന്നത് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. അതിനുവേണ്ടി പ്രവർത്തിച്ച, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിന്റെ ക്രെഡിറ്റ് കിട്ടാതെ പോയ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, സർ CP രാമസ്വാമി അയ്യർ. ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ അനുകൂലിച്ചിരുന്ന എന്താണ് തിരുവിതാംകൂർ ദിവാനായിരുന്നു ആരെന്ന് പറയുന്നത്, സർ CP എന്ന് പറയുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും ചരിത്രത്തിൽ കൊള്ളായ്മകളൊക്കെ ദിവാന്റെ പേരിലും നല്ല കാര്യങ്ങളൊക്കെ എന്താണ് രാജാവിന്റെ പേരിലും ചാർത്തുന്ന ഒരു ചടങ്ങ് നമ്മുടെ ആളുകൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ പുന്നപ്ര വയലാർ വെടിവെപ്പുകൾക്കൊക്കെ ഉത്തരവാദി എന്ന് പറയുന്നത് സർ CP ആയിരുന്നു, രാജാവല്ലായിരുന്നു. പക്ഷെ സർ CP പറഞ്ഞാൽ രാജാവ് എന്നും കേൾക്കുമായിരുന്നു എങ്കിൽ നിങ്ങൾ ചിന്തിച്ചുണ്ടോ? സർ CP പറയുന്നത് എന്തും രാജാവ് അനുസരിക്കും. രാജാവ് ഒരു പാവയെ പോലെ ആക്ട് ചെയ്യുകയായിരുന്നു എന്നൊക്കെയാണ് അവിടെ ചില ആളുകൾ പറയുന്നത്. എന്റെ ഒരു സംശയമാണ്, സർ CPക്ക് ഇഷ്ടമില്ലാതെ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുമായിരുന്നു? CP പറയുന്നത് എന്ത് രാജാവ് അനുസരിക്കും എങ്കിൽ CPക്ക് താല്പര്യമില്ല ക്ഷേത്രപ്രവേശനം നടത്താൻ, വിളംബരം നടത്താൻ. അത് നടക്കുമായിരുന്നു? ഒരിക്കലും നടക്കില്ലായിരുന്നു. CP ആണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് എങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ആണ് എന്താണ് CPക്കും കൂടി അവകാശപ്പെട്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അതിന്റെ ക്രെഡിറ്റ്, നല്ല കാര്യങ്ങളുടെ ക്രെഡിറ്റ് നമ്മൾ രാജാവിനും ചീത്ത കാര്യങ്ങളുടെ ക്രെഡിറ്റ് നമ്മൾ ദിവാനും കൊടുക്കുക എന്നുള്ളതൊരു ശീലമായി പോയി. അതിന്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. 1936 നവംബർ 12 എന്താണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. തുടർന്ന് മദിരാശി ക്ഷേത്രപ്രവേശന വിളംബര പ്രകാരം മലബാറിലും കൊച്ചി രാജാവിന്റെ വിളംബര പ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗങ്ങൾക്കും എന്താണ് ആരാധന
പോണ്ട നെറ്റ് എന്തോ ചെറിയ പ്രശ്നം, നെറ്റ് പെട്ടെന്ന് പോയി. അപ്പൊ എന്താണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ എന്താണ് പാലക്കാട്ട് വെച്ച് നടന്നു. KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ എന്നിവരായിരുന്നു അക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ എന്താണ് ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും എന്താണ് കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റ് ആയിട്ടും എന്താണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സെക്രട്ടറി ആയിട്ടും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഖിലാഫത്ത് കമ്മിറ്റിയുടെ താഴെ പറയുന്നവയിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ എന്താണ് പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. സെക്രട്ടറി ആയത് ആരാണ്? അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടു. ഇതേ തുടർന്ന് എന്താണ് മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായിട്ട് നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഏറനാട്, വള്ളവനാട്, പൊന്നാനി താലൂക്കുകൾ എന്താണ് മലബാറിലെ കർഷകരായിട്ടുള്ള മാപ്പിളമാർ ശക്തമായിട്ടുള്ള എന്താണ് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സമരങ്ങളെയാണ് എന്ന് പറയുന്നത് മലബാർ കലാപം എന്ന് വിശേഷിപ്പിക്കുന്നത്. 1930കളിൽ നിയമലംഘന പ്രസ്ഥാനവും മലബാറിൽ എന്ത് ചെയ്തു? ശക്തമായി. K കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരും മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ എന്താണ് കോഴിക്കോടും ഉപ്പ് നിയമം ലംഘിച്ച് എന്താണ് ഉപ്പുണ്ടാക്കി. ഉപ്പ് നിയമം ലംഘിച്ച സത്യാഗ്രഹികൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായിട്ട് അടിച്ചമർത്തുകയും എന്ത് ചെയ്തു? ജയിലിലടക്കുകയും ചെയ്തു. വിദേശ വസ്തു ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങുകളും ഗാന്ധി പ്രചരണവും എന്താണ് നിയമലംഘനത്തിന്റെ ഭാഗമായിട്ട് നടന്നു. എന്നാൽ 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം എന്ത് ചെയ്തു? സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി. അങ്ങനെ 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് എന്ത് ചെയ്തു? രൂപപ്പെട്ടു. EMS, AK ഗോപാലൻ, PK കൃഷ്ണപിള്ള എന്നിവരെന്താണ് പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിരുന്നു. അവർ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ജന്മിത്വത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുമെതിരെ എന്താണ് സമരസജ്ജരാക്കി. കയ്യൂർ, മൊറഴ, കരിവള്ളൂർ എന്നിവിടങ്ങളിൽ എന്താണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലിഗ്രാഫ് കമ്പികൾ മുറിച്ചു കൊടുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ മലബാറിലുണ്ടായി. ഇതിന്റെ പ്രധാനപ്പെട്ട സ്ഥലമാണ്, ഇതിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് എന്തെന്ന് പറയുന്നത് കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. ഫറോക്ക് പാലം തകർക്കുവാൻ KB മേനോൻ, കുഞ്ഞിരാമക്കടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ എന്താണ് ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ എന്താണ് പ്രതി ചേർത്ത് പോലീസ് എന്ത് ചെയ്തു? കേസ് ഫയൽ ചെയ്തു. ഇനി നോക്കാം പൂക്കട്ടൂർ യുദ്ധം. നിസ്സഹരണവും ഖിലാഫത്തും ശക്തമായി മലബാറിൽ എന്താണ് 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ എന്താണ് മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിച്ചത്. 3000-ലധികം ആളുകൾ പങ്കെടുത്ത കലാപം അമർച്ച ചെയ്യുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറെ പ്രയാസപ്പെട്ടു. ഈ യുദ്ധത്തിൽ എന്താണ് നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടു. ഇതും PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് മലബാർ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള വടക്കേ മുഹമ്മദിന്റെ അറസ്റ്റ് ആയിരുന്നു. അതിന് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് പാലക്കാട്ടുകാരനായിട്ടുള്ള ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് അംഗത്വം രാജിവെച്ചു. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിജിയും അരാജകത്വവും എന്ന് പറയുന്ന ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എന്ത് ചെയ്യുന്നു രചിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ആണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി എന്താണ് തിരുവിതാംകൂറിൽ എന്താണ് തിരുവിതാംകൂറിനെ കുറിച്ചും തിരുവിതാംകൂറിലെ സമരങ്ങളെ കുറിച്ചും എന്താണ് നമ്മള് അടുത്ത ക്ലാസ്സിൽ എന്താണ് നമുക്ക്
സംസാരിക്കാം. അപ്പൊ എന്താണ്, ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.